ടൈം ട്രാവൽ, ടൈം ലൂപ്പ്, ലൂസിഡ് ഡ്രീമിംഗ്, ഡ്രീം ഷെയറിംഗ് ഇതൊക്കെ ഹോളിവുഡ് അല്ലെങ്കിൽ വിദേശ സിനിമകളിൽ മാത്രം കണ്ട് ശീലിച്ചിട്ടുള്ള സബ്ജക്റ്റുകളാണ് നമ്മൾ മലയാളികൾ. ഇന്ത്യയിലെ വേറെ ചില ഭാഷകളും ചിലപ്പോൾ വന്നിട്ടുണ്ടാകും. പക്ഷേ ഇത്തരത്തിലുള്ള സിനിമകൾ നമ്മുടെ മലയാളത്തിൽ വരുന്നില്ലല്ലോ എന്നൊരു വിഷമമുണ്ടായിരുന്നു. അതിനൊരു മറുപടിയായിട്ട് മലയാളത്തിൽ നിന്നും അങ്ങനെയുള്ളൊരു സിനിമ വന്നിരിക്കുകയാണ്. Beware of your dreams. റെജിനസ് ബാബു സംവിധാനം ചെയ്ത് വിജയ് ബാബു, അനുമോൾ, ദേവകി രാജേന്ദ്രൻ, പ്രകാശ് ബാരെ തുടങ്ങിയവർ അഭിനയിച്ച പെൻഡുലം എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. വളരെ ചെറിയ ബജറ്റിൽ ഒരുക്കിയ ഒരു പരീക്ഷണ ചിത്രമാണ് പെൻഡുലം എന്നാണ് എനിക്ക് തോന്നിയത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നല്ലൊരു ത്രെഡ്, അത് പറ്റുന്ന വിധത്തിൽ എൻഗേജിങ്ങും ത്രില്ലിങ്ങുമാക്കി ഒരുക്കാൻ സംവിധായകന് സാധിച്ചിട്ടുമുണ്ട്. ഈ സിനിമ സത്യത്തിൽ തിയേറ്ററിൽ വന്നപ്പോൾ കാണണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഞാൻ ചെന്നപ്പോഴേക്കും ആ പടത്തിന് ഷോ നടത്താൻ മാത്രമുള്ള ആള് ഇല്ല എന്ന് പറഞ്ഞ് ഷോ ക്യാൻസൽ ആവുകയായിരുന്നു. എന്തായാലും പടം ഇപ്പോൾ സൈനയിൽ വന്നിട്ടുണ്ട്. അപ്പോഴാണ് പടം കാണാൻ സാധിച്ചത്. മെയിൻ പോസിറ്റീവായിട്ട് പറയാനുള്ളത് ഈ പടത്തിന്റെ തിരക്കഥ തന്നെയാണ്. ഇങ്ങനെ ഒരു വിഷയം മലയാളത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചതിന് സംവിധായകൻ ഒരു പ്രത്യേക അഭിനന്ദനം തന്നെ അർഹിക്കുന്നുണ്ട്. കാരണം നമ്മളൊക്കെ പലപ്പോഴും വെയിറ്റ് ചെയ്ത ഒരു സബ്ജക്റ്റാണ് മലയാളത്തിൽ ഇങ്ങനെയുള്ള ഒരു സിനിമ വരണമെന്നുള്ളത്. ഒരുപക്ഷെ ഇതൊരു വമ്പൻ താരങ്ങളെയൊക്കെ വെച്ച് തയ്യാറാക്കിയ ഒരു വൻ ബജറ്റിൽ വന്ന ഒരു മലയാള സിനിമ ആയിരുന്നെങ്കിൽ കൂടുതൽ ആളുകൾ ഈ പടം കണ്ട് വൻ വിജയമാക്കിയേനെ. അതിന് എല്ലാ അർഹതയുമുള്ള ഒരു കിളി പറത്തുന്ന ടൈപ്പ് പടം തന്നെയാണിത്. ജസ്റ്റ് ആലോചിച്ചാൽ മതി, ഇതിപ്പോൾ മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെങ്കിൽ ഏതെങ്കിലും യങ് സൂപ്പർ സ്റ്റാർസോ ആരെങ്കിലും ചെയ്ത ഒരു സിനിമയായിരുന്നെങ്കിൽ ഈ പടത്തിന് എത്ര വലിയൊരു റിസപ്ഷൻ ആയിരിക്കും കിട്ടിയേക്കാവുന്നത് എന്ന്. ഡോക്ടർ മഹേഷിന് ഒരു ഫാമിലി ട്രിപ്പിൽ സംഭവിക്കുന്ന ചില അപ്രതീക്ഷിത സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. പെർഫോമൻസ് എല്ലാവരുടെയും ഓക്കെ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. വിജയ് ബാബു ആയാലും, അനുമോൾ ആയാലും, ദേവകി ആയാലും, രമേശ് പിഷാരടി, നീന കുറുപ്പ്, ഇന്ദ്രൻസ്, പ്രകാശ് ബാരെ, അങ്ങനെ എല്ലാവരും തങ്ങൾക്ക് കിട്ടിയ റോളുകൾ നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പടത്തിന്റെ ക്യാമറ ഓക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ജീൻ പി ജോൺസന്റെ BGM വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പടത്തിന്റെ ഒരു മിസ്റ്ററി മൂഡ് നിലനിർത്താൻ വേണ്ടി ആ പശ്ചാത്തല സംഗീതം ഏറെ സഹായിച്ചിട്ടുണ്ട് സിനിമയെ. സിനിമയുടെ ബജറ്റ് കുറവായിരുന്നു എന്നതിന്റെ പോരായ്മകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സിനിമയിൽ കാണാനുണ്ടെന്നുള്ളതാണ് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്. ഈ തുടക്കത്തിൽ കുട്ടികളുടെ ആ ഒരു കഥ പറയുന്ന സമയത്ത് കുട്ടികൾ സംസാരിക്കുന്ന ചില സീനുകൾ, അതുപോലെ സിനിമയിലെ അവിടെയൊക്കെയുള്ള മറ്റു കുറച്ച് സീനുകളിലൊക്കെ കുറച്ചൊരു സീരിയൽ ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഡയലോഗുകളിലൊക്കെ ഒരു അല്പം കൃത്രിമത്വം, ഒരു നാച്ചുറാലിറ്റി ഇല്ലായ്മ അങ്ങനെയൊക്കെ പോലെ ഫീൽ ചെയ്തു. പടം തുടങ്ങി ട്രാക്കിൽ എത്തുന്നവരെ അല്പം ലാഗും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ആദ്യത്തെ പാട്ട് അതൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നി. അതുപോലെ തന്നെ സാധാരണ പ്രേക്ഷകർക്ക് സിനിമയുടെ ക്ലൈമാക്സ് അല്പം കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഒന്ന് ചിന്തിച്ചാൽ പടം ഏകദേശം എന്താണ് പറയാൻ ശ്രമിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. അതേസമയം അല്പം ചർച്ചയ്ക്കൊക്കെ വഴിതെളിക്കുന്ന വിധത്തിലുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആണ് ഈ സിനിമയ്ക്കുള്ളത് എന്ന് പറയാം. അതും സിനിമയുടെ ഒരു പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. എനിക്ക് തോന്നിയ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറയാം, അത് സ്പോയിലർ ആണ്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഈ പടം കാണാത്തവർ തീർച്ചയായിട്ടും ഈ പടം കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക എന്ന് എനിക്ക് പറയാനുള്ളത്. നഷ്ടമൊന്നും ആവില്ല എന്ന് മാത്രമല്ല, മലയാളത്തിൽ ഇങ്ങനെയുള്ള പരീക്ഷണ ചിത്രങ്ങൾ വരുമ്പോൾ നമ്മളത് കാണണം, സ്വീകരിക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ പക്ഷം. സോ സൈന പ്ലേയിൽ നിങ്ങൾക്ക് പടം അവൈലബിൾ ആണ്, കണ്ടു നോക്കുക. വെറും 1 മണിക്കൂർ 44 മിനിറ്റ് മാത്രമേ പടത്തിന് ദൈർഘ്യമുള്ളൂ. ആകെ മൊത്തം ടോട്ടലിൽ ഞാൻ ഈ പടത്തിന് വാച്ച് ഇറ്റ് എന്നൊരു വേർഡിക്റ്റ് ആണ് നൽകുന്നത്. ഇനി എനിക്ക് തോന്നിയ എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. ഈ സംഭവത്തിലൂടെ അമീർ എന്ന വ്യക്തി ഡോക്ടർ മഹേഷിനെ യൂസ് ചെയ്തുകൊണ്ട് തന്റെ മരണം അല്ലെങ്കിൽ തന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഏഞ്ചലിന് നൽകാൻ വേണ്ടി, തന്റെ ബാല്യകാല സുഹൃത്തു കൂടിയായ ഏഞ്ചലിന് നൽകാൻ വേണ്ടി, അല്ലെങ്കിൽ അയാളുടെ മരണം അറിയിക്കാൻ വേണ്ടിയൊക്കെ നടത്തിയ ഒരു ശ്രമം പോലെയാണ് എനിക്ക് തോന്നിയത്. ഇനി ഇതുമല്ലെങ്കിൽ ഒരുപക്ഷെ ഏഞ്ചൽ തന്നെ ചെയ്ത പണിയായിരിക്കാം എന്നും വേണമെങ്കിൽ പറയാം. പല വിധത്തിൽ അവളെ സ്റ്റോക്ക് ചെയ്തും അല്ലെങ്കിൽ സ്വപ്നങ്ങളിൽ പോലും കടന്നു വരികയും ഒക്കെ ചെയ്ത അമീറിനെ ഡോക്ടർ മഹേഷിനെ യൂസ് ചെയ്തുകൊണ്ട് സ്വപ്നം ഷെയർ ചെയ്തുകൊണ്ട് ഒഴിവാക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അവസാനം കൊന്നുകളഞ്ഞു എന്നുള്ള ഒരു എക്സ്പ്ലനേഷനും വേണമെങ്കിൽ പറയാം. പക്ഷെ അപ്പോഴും കുറെ ചോദ്യങ്ങൾ ബാക്കിയാവും. പ്രകാശ് ബാരയുടെ രൂപത്തിൽ ജോൺ മാസ്റ്റർ എങ്ങനെ വന്നു എന്നൊക്കെയുള്ള കുറച്ച് ചോദ്യങ്ങൾ. സോ അതും ആവണമെന്നില്ല കേട്ടോ. പലർക്കും ഇതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാം. സോ ഇതിങ്ങനെ ചർച്ച നീണ്ടുപോകാവുന്ന ഒരു കഥയാണ്. സോ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്, നിങ്ങൾക്ക് എന്താണ് എക്സ്പ്ലനേഷൻ പറയാൻ തോന്നുന്നത് എന്നുള്ളത് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ വീണ്ടും കാണാം.